റസൂലുള്ള പറഞ്ഞു, ഒറ്റയ്ക്കുള്ള നമസ്കാരത്തെക്കാൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പുണ്യം. عن أبي سعيد الخدري رضي الله تعالى عنه أنه سمع النبي صلى الله عليه وسلم يقول صلاة الجماعة تفضل صلاة الفرد ب25 درجة. സംഘം ചേർന്നുള്ള നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് 25 പദവികൾ. 25 പദവി അതിന് കൂടുതലുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുന്നു, പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെയും പറയുകയുണ്ടായി, സ്വലാത്തുൽ ജമാഅ തഫ്ദുലു സ്വലാത്തൽ ഫർദി ബി27 ദറജത്തൻ. 27 ഇരട്ടി എന്നും പ്രവാചക തിരുമേനി പറയുകയുണ്ടായി എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 27 ഇരട്ടി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നതിന് 25 അല്ലെങ്കിൽ 27 ഇരട്ടി പുണ്യമുണ്ട്. 5 നേരത്തെ നമസ്കാരം അതുമായിട്ട് നമ്മൾ അങ്ങോട്ട് കുടിച്ചു നോക്കിയാൽ ഒരു ദിവസം 5 നേരം പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്നവന് അവന്റെ നമസ്കാരം കൊണ്ട് ലഭിക്കുന്ന പുണ്യങ്ങൾ എത്രയാണെന്ന് വിലയിരുത്തുവാൻ അവന് സാധിക്കും. അങ്ങനെ കഴിവിന്റെ പരമാവധി ആ കർമ്മത്തിന് പോകുന്നതും വരുന്നതും പ്രത്യേക നിയ്യത്തോടുകൂടെയാകുമ്പോൾ തീർച്ചയായും അതവന് ഏറ്റവും വലിയൊരു മഹത്വപൂർണമായ ഇബാദത്തായി ഒരു സൽക്കർമ്മമായി മാറും എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്.